തുലാഭാരത്തിനിടയിൽ ത്രാസ് പൊട്ടി വീണ പരിക്കേറ്റ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായെന്നറിയില്ല, അതിനാൽ അന്വേഷണം വേണം. DCC പ്രസിഡന്റ് പോലീസിന് കത്തെഴുതിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പലരും ഈ സംഭവത്തെ ചൊല്ലി അസ്വസ്ഥരായി. 83 വയസ്സുള്ള എൻ്റെ അമ്മ പറഞ്ഞ് ജീവിതത്തിൽ ഇതുവരെ തുലാഭാരം പൊട്ടി വീണതിനെക്കുറിച്ച് കേട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിക്കണം, നല്ലതാണ്. എനിക്കല്ലെങ്കിൽ നാളെ വേറെ ഒരാൾക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകരുതല്ലോ എന്നും ശശി തരൂർ പറഞ്ഞു. തിരുവനന്തപുരം ഗാന്ധാരിയമ്മൻ കോവിലിൽ തുലാഭാരത്തിനിടെയായിരുന്നു അപകടം ഉണ്ടായത്. കൊളുത്ത് പൊട്ടി ത്രാസ് ശശി തരൂരിൻ്റെ തലയിൽ വീഴുകയായിരുന്നു. കുടുംബാംഗങ്ങളും പ്രവർത്തകരും അപകട സമയത്ത് തരൂരിൻ്റെ ഒപ്പമുണ്ടായിരുന്നു. തുലാഭാരം നടത്തുന്നതിനിടെ ത്രാസ് പൊട്ടി വീണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ശശി തരൂരിനെ കാണാൻ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ എത്തിയിരുന്നു. ശശി തരൂർ തന്നെയാണ് ഇക്കാര്യം ട്വിറ്ററിലൂടെ അറിയിച്ചത്. നിർമ്മല സീതാരാമൻ ആശുപത്രിയിൽ സന്ദർശിക്കുന്നതിൻ്റെ ഫോട്ടോ പങ്കുവച്ചാണ് തരൂർ ഇത് ട്വീറ്റ് ചെയ്തത്. ശശി തരൂരിൻ്റെ ട്വീറ്റ് ഇങ്ങനെയായിരുന്നു: കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ തിരക്കുകളിനിടയിലും നിർമ്മല സീതാരാമൻ ആശുപത്രിയിൽ സന്ദർശിക്കാൻ എത്തിയത് ഉള്ളിൽ തട്ടി. മര്യാദ എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അപൂർവമായ ശ്രേഷ്ഠതയാണ്. ഇത്തരമൊരു സവിശേഷത അവരിൽ കാണാൻ കഴിഞ്ഞത് മഹത്തരമാണെന്നാണ് ശശി തരൂർ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത്. ഗാന്ധാരിയമ്മൻ കോവിലിലെ തുലാഭാരത്തിനിടെ ത്രാസ് പൊട്ടി വീണ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന് തലയിൽ ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. സംഭവത്തിൽ വിശദീകരണവുമായി ക്ഷേത്രം അധികൃതരും രംഗത്തെത്തിയിരുന്നു. പഞ്ചസാര കൊണ്ടായിരുന്നു ശശി തരൂർ തുലാഭാര വഴിപാട് നടത്തിയത്. നിർദ്ദേശം അനുസരിക്കാതെ പ്രവർത്തകർ ആവശ്യത്തിലധികം പഞ്ചസാര തുലാഭാരത്തിൽ എടുത്തുവച്ചെന്ന് ക്ഷേത്രം സെക്രട്ടറി PR നായർ വിശദീകരിച്ചു. കൂടാതെ പ്രവർത്തകർ ചങ്ങലയിൽ പിടിച്ച് തൂങ്ങുകയും ചെയ്തു. ഇതിനിടെ ഭാരം താങ്ങാൻ വച്ചിരുന്ന സ്റ്റൂൾ ആരോ എടുത്ത് മാറ്റിയെന്നും ക്ഷേത്രം സെക്രട്ടറി പറഞ്ഞു. പെട്ടെന്ന് ഭാരം വന്നപ്പോൾ ചങ്ങലയുടെ കൊളുത്ത് നിവർന്ന് ത്രാസ് പൊട്ടുകയായിരുന്നുവെന്നും ക്ഷേത്രം സെക്രട്ടറി വിശദീകരണം നൽകിയിരുന്നു. അതേസമയം വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പൊതുപരിപാടിയിൽ ശശി തരൂർ പങ്കെടുക്കും. വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആയതിനാൽ 2 ദിവസത്തേക്ക് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കില്ല എന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.